വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും കാർ സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് BMW ഏറ്റവും നല്ല അഗ്രസീവ് ലുക്കുള്ള ഒരു മോഡലാണ് 3 സീരീസിൻ്റെ F80 എന്ന് പറയുന്ന M3യുടെ സീരീസ്. അതിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു കാറ് ഫുള്ള് M3 ലുക്കിലേക്ക് കസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് M3 ലുക്കിലാണ് കാർ കിടക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ മുതൽ എക്സ്റ്റീരിയർ അടക്കം ഒരു പക്ക M3 സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ യൂട്യൂബ് വീഡിയോ ആണിത്. 3 സീരീസ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, F30 3 സീരീസ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഫുൾ വാച്ച് ചെയ്യാം. BMW ഏറ്റവും ലുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടേജാണ്. ആ ഏഞ്ചൽ ഐയും അതിൻ്റെ അഗ്രസീവ് ലുക്ക് തന്നെയാണ്. ഈ വണ്ടീൻ്റെയും സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫ്രണ്ടേജ് മൊത്തം നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ഹുഡ് മാറിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഹുഡിൻ്റെ ഈ ഒരു സ്കൂപ്പൊക്കെ ഭയങ്കര അഗ്രസീവ് ലുക്കായിട്ട് കാറിന് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ സ്പ്ലിറ്റേഴ്സ് നമ്മൾ മാറിയിട്ടുണ്ട്, ഫ്രണ്ട് 2 ഫെൻഡറും മാറിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും ബമ്പർ മാത്രമാണ് ചിലപ്പോൾ മാറൽ, അല്ലെങ്കിൽ ഗ്രില്ല് മാത്രമാണ് മാറൽ. ഇത് നമ്മൾ കംപ്ലീറ്റ് ഫ്രണ്ടേജ് തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ കപ്പും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും കാറിൻ്റെ സെയിം കളറിലാണ് ചെയ്തിട്ടുള്ളത്. കാറിനെ ഫസ്റ്റ് എടുത്ത് കാണിക്കുന്ന ഒന്ന് ഓഫ്കോഴ്സ് ഇതിൻ്റെ പെയിൻറ്റ് ജോബ് തന്നെയാണ്. ഓക്സ്ഫോർഡ് ഗ്രീൻ കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. BMW തന്നെ കളറാണ് ഓക്സ്ഫോർഡ് ഗ്രീന്. ആ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതും M3ൻ്റെ ആ കിറ്റും കൂടി ആകുമ്പോൾ ഭയങ്കര അഗ്രസീവ് ലുക്കുമാണ്, നല്ല റോഡ് പ്രസൻസുമാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു 19 ഇഞ്ച് M സ്പോർട്ടിൻ്റെ പെർഫോമൻസ് അലോയ് വീലാണുള്ളത്. സ്റ്റാഗേർഡ് സൈസാണ്, അതുപോലെ ഫോർജ്ഡ് വീലാണ്. ഇത് 19 ഇഞ്ചാണ്. അതുപോലെ നമ്മളൊരു 255/40 R90 എന്നുള്ള ടയറുമാണ് ഇട്ടിട്ടുള്ളത്. ഈ ഫെൻഡറിൻ്റെ സ്കൂപ്പൊക്കെ കിറ്റിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞു നമ്മൾ ഈ മിറർ കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാറിൽ ഒരു കൂളിംഗ് 50% ഡാർക്ക്നെസ് ഉള്ള കൂളിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ എൻഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെയിൽ ലാമ്പാണ്. നമ്മുടെ M4ൻ്റെ ലേറ്റസ്റ്റ് M4ൻ്റെ ടെയിൽ ലാമ്പാണ് ഉള്ളത്. ഒരു മിനിറ്റ് ഞാൻ കത്തിച്ച് കാണിച്ചത്. ഒരു വെൽക്കം ലൈറ്റൊക്കെ വരുന്നുണ്ട്, അതും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ഈ M3 ലോഗോ നമ്മൾ കൊടുത്തതാണ്. ഈ സ്പോയിലർ നമ്മൾ അഡീഷണൽ വെച്ചതാണ്. പിന്നെ കാറ് ഒരു ക്വാഡ് എക്സോസ്റ്റ് സെറ്റപ്പിലാണ് കിടക്കുന്നത്. 4 എക്സോസ്റ്റ് ഉണ്ട്. 4 ഡുവൽ എക്സോസ്റ്റ് ആണ്, ബട്ട് ക്വാഡ് സെറ്റപ്പിലാണ്. രണ്ടും ഫങ്ഷനിലാണ്. നമ്മൾ പൈപ്പൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫങ്ഷനിലാക്കിക്കാണ്, ഡമ്മി അല്ല. അപ്പോൾ കാറിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ഇതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പെയിൻറ്റ് ജോബ് എന്ന് പറയുന്നത് റൂഫ് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാറിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് ഇതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയറിലും ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലും നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 by 1 എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ്, ഇതിൻ്റെ ഹെഡ്ലൈനേഴ്സ്, ഡാഷ്ബോർഡ്, ഡോർ പാഡ് എല്ലാം നമ്മളൊരു ബ്ലാക്ക് ഫിനിഷിലാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് കയറിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓഫ് കോഴ്സ് ഈ സ്റ്റിയറിംഗ് വീലാണ്. ഒരു കാർബൺ ഫൈബർ ഫിനിഷിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണത്. ഭയങ്കര സ്പോർട്ടിയാണ്. നമ്മളെ പാഡൽ ഷിഫ്റ്റൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഈ കാറിന് പാഡൽ ഷിഫ്റ്റ് ഫങ്ഷനിലല്ല, അപ്പോൾ അങ്ങനെയാണ് വരിക. പിന്നെ എടുത്ത് കാണിക്കുന്ന ഒന്ന് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കിടക്കുന്ന ഇൻറ്റീരിയറാണ്. നമ്മൾ ഹെഡ്ലൈനേഴ്സ്, അതുപോലെ സീറ്റ്, ഡോർ പാഡ്, ഡാഷ്ബോർഡ് ഒക്കെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാനലുകളൊക്കെ നമ്മൾ കാർബൺ ഫൈബർ വെച്ച് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഫൈബർ ഡിപ്പഡാണ്. ഇതേപോലത്തെ 4 ഹോൾഡേഴ്സ്, ഈ AC വെൻറ്റ്, അതുപോലെ ഈ ഫ്രണ്ട് പാനൽ, ഈ ഗിയർ ബോക്സിൻ്റെ പാനൽ ഒക്കെ നമ്മൾ കാർബൺ ഫൈബർ വെച്ച് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10.2 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാർപ്ലേ, ഗൂഗിൾ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിൽ വർക്കിംഗ് ആണ്. നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് കവർ നമ്മളൊരു പക്ക M സ്പോർട്ട് ഫിനിഷിൽ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ഈവൻ M എന്നുള്ള ബാഡ്ജിങ് അടക്കം നമ്മൾ തയ്ച്ചിട്ടുണ്ട്. എംബ്രോയിഡറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 സീറ്റ് ബെൽറ്റും നമ്മൾ M സ്പോർട്ടിൻ്റെ ഡിസൈനിലുള്ള സീറ്റ് ബെൽറ്റാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ 4 ഡോറിലും ഷാഡോ ലൈറ്റ് വെച്ചിട്ടുണ്ട്. M ഡിസൈനിലുള്ള ഷാഡോ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ആംബിയൻ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഓഡിയോ സിസ്റ്റമൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാർ അത്യാവശ്യം നല്ല ഒരു കോസ്മെറ്റിക്കലി അല്ലെങ്കിൽ എസ്തെറ്റിക്കലി നല്ലൊരു M3 ലുക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ എൻക്വയറീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ
ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്പർ കൊടുക്കുക. താങ്ക് യു.